ഹായ് ഫ്രണ്ട്സ്, ജിക്കിസ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വിഷയത്തിനെ പറ്റിയിട്ടല്ല. നമ്മൾ റീസെൻ്റ്ലി ഇട്ടിട്ടുള്ള വീഡിയോസിൽ ഒരുപാട് ഡൗട്ട്സ് മീൻസ് കമൻറ്റ് സെക്ഷനിൽ കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ട്. കുറേ ഡൗട്ട്സ് എനിക്ക് എൻ്റെ വാട്സപ്പ് സ്റ്റോറിൽ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ചില ഡൗട്ട്സ് കുറേ പേര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത്തരം കുറച്ച് കമൻസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മളതിന് ആൻസർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് അതല്ല, നിങ്ങൾക്കുള്ള വേറെ ഏതെങ്കിലും ഈ ഒരു ചെടി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആഴ്ചയിൽ ചെയ്യുന്ന ഈ ഒരു Q&A വീഡിയോയിൽ നമ്മളുടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ലൈക്ക് നിങ്ങൾ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മീൻസ് കൃഷിയോട് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോള് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പോയി നോക്കി നിങ്ങളുടെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോന് വേണ്ടി ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പിനെ നശിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്നുള്ള റുബീന മുജീബിൻ്റെ കമൻറ്റാണ്. ഇത് ആക്ച്വലി വന്നിട്ടുള്ളത് നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, മുളകിൽ നീരൂറ്റി കുടിക്കുന്ന ജീവികളെ അറ്റാക്കിനെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഏത് മുളകിലാണോ ഈ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ അറ്റാക്ക് ഉള്ളത് ആ മുളകിൽ ഉറുമ്പിൻ്റെ പ്രസൻസ് നമ്മൾ കാണും. എന്താ കാരണം വെച്ചാൽ ഈ നീരൂറ്റി കുടിക്കുന്ന ജീവികളെ ചെടിയുടെ ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആക്ച്വലി ഈ ഉറുമ്പുകളാണ്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനോട് കൂടെ ആ ഉറുമ്പും കൂടെ നമുക്ക് നഷ്ടപ്പെട്ട് കിട്ടും. ഇതല്ലാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ ചെടികളിൽ ഉറുമ്പിനെ കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നീറെന്ന് പറയുന്ന ഉറുമ്പുണ്ടല്ലോ, അത് പല പ്ലാന്റ്സിലും വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ഇലകളൊക്കെ ഫോൾഡ് ചെയ്ത് നിറച്ച് വരും. അത് ചെടികൾക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭാഗത്തേക്ക് ചെടികളുടെ ഇടയിലൂടെ കടക്കാൻ പറ്റില്ല. എല്ലാവരും കൂടെ നമ്മുടെ മേത്ത് വരുമ്പോൾ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഉറുമ്പ് മാത്രമല്ല, അല്ലാതെയും പലപ്പോഴും പലതരത്തിലുള്ള ഉറുമ്പുകളെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൃഷിയിടത്തിലും നമ്മൾ ഉറുമ്പിനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഉറുമ്പിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അടുക്കളയിൽ നമ്മൾ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്ന വിനീഗർ ഉണ്ടല്ലോ, ആ വിനീഗർ നമ്മളൊരു ക്വാണ്ടിറ്റി എടുക്കുക, അതിൻ്റെ ഇരട്ടി നമ്മൾ വെള്ളം എടുക്കുക. അതായത് ഒരു ഗ്ലാസ് വിനീഗർ എടുക്കണമെന്ന് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ആ ലിക്വിഡ് നമ്മൾ ഒരു സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് ചെടിയുടെ മീതടിക്കരുത്, അതുപോലെ ചെടിയുടെ റൂട്ടിൻ്റെ ആ ഒരു ഫസ്റ്റ് സർക്കിളിൽ അടിക്കരുത്. ചെടിയുടെ റൂട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 7 ഇഞ്ചൊക്കെ നമ്മൾ വിട്ട് നിൽക്കണ ഒരു ഏരിയയിൽ ആ ഒരു നിലത്തൊക്കെ അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിൽ പിന്നെ ഉറുമ്പിൻ്റെ ശല്യം വരാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ ചെടികളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ട്, മൂത്ത ഇലകളുണ്ടല്ലോ അത് നമ്മൾ എല്ലാ പ്ലാന്റ്സിനും, ഞാൻ കയ്പയുടെ കൃഷിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നുള്ളി കളയണം എന്നുള്ളത്. അതല്ലാതെ എല്ലാ പ്ലാന്റ്സിനും നമ്മൾ ആ മൂത്ത് നിൽക്കുന്ന ഇലകളൊക്കെ നുള്ളി മാറ്റണം. അതെന്താ കാരണം വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ശരിക്ക് അതിൻ്റെ ഫ്രൂട്ടിങ്ങിനും ഫ്ലവറിങ്ങിനും ഒക്കെ യൂസ് വരണമെങ്കിൽ തന്നെ ഈ ലീവ്സൊക്കെ നമ്മളെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആ ഒരു പ്ലാന്റ്സ് വളരെ എനർജറ്റിക്കായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ താഴെയുള്ള ലീവ്സിനെ പറ്റുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കേടുകൾ കൊണ്ടുവരാനും അവർ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ആ താഴെ ഭാഗത്തുള്ള ഇലകളൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ് നമ്മൾ വാസലിൻ ഉണ്ടല്ലോ, ആ വാസലിൻ നമ്മൾ ചെടിയുടെ തണ്ടിൻ്റെ അവിടെ ഒരു 3 ഇഞ്ച് എന്നുള്ള ഒരു ലെങ്ത്തിൽ വാസലിൻ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം നമ്മുടെ ആ പ്ലാന്റ്സിൽ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിലൊക്കെ കണക്കാക്കി എടുക്കുകയാണെങ്കിൽ ഒരു 10 ml ലിക്വിഡ് സോപ്പൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഉറുമ്പിൻ്റെ റൂട്ട് ആ വരുന്ന റൂട്ടിൽ അവിടെയൊക്കെ ഒഴിച്ച് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ അവിടെ അപ്രത്യക്ഷമാവും. അതുപോലെ അടുത്തൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയാണ്. നല്ലൊരു ആൻറ്റി ഫംഗൽ പൗഡറാണ്. അത് നമ്മളുടെ പ്ലാന്റ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഉറുമ്പുണ്ടെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും, അതുപോലെ ആ സറൗണ്ടിങ്ങിൽ പ്ലാന്റ് നിൽക്കണ ആ ഒരു സറൗണ്ടിങ്ങിൽ നമ്മളത് ഇട്ട് കൊടുക്കുക. അത് വേരുമ്പോൾ ഇട്ടുകൊണ്ട് മീൻസ് ആ ഒരു ഭാഗത്ത് ഇട്ടുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണം നമ്മുടെ ഉറുമ്പുകൾക്കൊക്കെ ഭയങ്കര അസ്വസ്ഥമാണ്. അത് ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് അതവിടെ അപ്രത്യക്ഷമാവും.
പിന്നെ ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെടികളെ നീരൂറ്റി കുടിക്കുന്ന ജീവികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നീം ഓയിൽ സ്പ്രേ തന്നെയാണ്. അത് നീം ഓയിലും സോപ്പും മാത്രമായിട്ടൊരു പ്രൈമറി സ്റ്റേജിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതല്ലാതെ പിന്നെ അതിൻ്റെ എന്താ പറയുക, നമ്മൾ ഗ്രേഡ് കൂട്ടി ചെയ്യും. അതിൽ വെളുത്തുള്ളി ചേർക്കും, അതുപോലെ തന്നെ ചൂനിമിളക് ചേർക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊഡക്ട്സ് അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്ത് 1 ലിറ്ററിലേക്ക് കണക്കാക്കിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതും നമ്മൾ ഈ ചെടിയിലും അതുപോലെ ആ സറൗണ്ടിങ്ങിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് ഈ ഉറുമ്പിൻ്റെ ശല്യം അപ്പാടെ പോയി കിട്ടും. അടുത്ത ഒരു കമൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് സിദ്ധി നമ്മളുടെ വേപ്പൻ പിണ്ണാക്കിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ചേച്ചി, ചേന, ഇഞ്ചി, മഞ്ഞൾ, കാച്ചിൽ ഇതുവരെ മഴയില്ലാത്തത് കൊണ്ടും ചൂട് കൊണ്ടും നട്ടിട്ടില്ല. ഇനി എന്ത് ചെയ്യും? മഴ വരെ കാത്തു നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മെയ് മാസ കൃഷിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മുടെ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും നട്ടു വളർത്തേണ്ടത്. അതായത് ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെ നമ്മൾ നട്ട് തവാരണ കോരി നല്ലപോലെ അടിവളമൊക്കെ ഇട്ട് നമ്മൾ നട്ട് വെച്ചിട്ട് അതിന് നമ്മൾ വെള്ളം കൊടുത്ത് മുളപ്പിച്ചെടുക്കണം. അതായത് ഇടയ്ക്ക് നമ്മൾ വളരെ കുറവ്, ചിലപ്പോൾ നല്ല വേനൽ മഴ കിട്ടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് നമ്മൾ വെള്ളം കൊടുത്ത് അതിന് മുളപ്പിച്ചെടുക്കണം. മഴക്കാലം വരുമ്പോഴേക്കും അത് മുള പൊട്ടി വളർന്നിട്ടുണ്ടെങ്കിൽ മഴ വരുമ്പോൾ നല്ല പോലെ അത് തകച്ച് നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ച് നല്ല പോലെ ഇഞ്ചിയൊക്കെ അടിയിൽ സ്പ്രെഡ് ചെയ്ത് വരും. അതുപോലെ തന്നെ ചേനയ്ക്കൊക്കെ നമ്മൾ കുമ്പത്തിലെ ചേന എന്ന് കേട്ടിട്ടില്ലേ? പഴമക്കാർ പറയുന്നത് കുമ്പത്തിലെ ചേന, അതായത് അത്രയും വലിപ്പത്തിൽ ചേന കിട്ടണം ഈ കുംഭമാസത്തിൽ നടണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ എന്തായാലും കുംഭമാസം കഴിഞ്ഞ് കുറച്ച് പോകുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ വെയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ചേനയുടെ വിത്ത് നട്ട് അതിനെ വെള്ളം ഒഴിച്ച് മുളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏത് കിഴങ്ങ് വർഗ്ഗങ്ങളും മഴയുടെ ടൈം വരുമ്പോഴേക്കും അത് മുളച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് നല്ല പോലെ അത് വളർച്ച വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് അത് വെള്ളം കൂടുമ്പോൾ അത് ചെയ്യാനാണ് സാധ്യത. അതുപോലെ തന്നെ ചേന, കാച്ചിൽ അതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. നമ്മൾ ആ ഒരു ടൈമിൽ, അതായത് ഫെബ്രുവരി മാർച്ചാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഫെബ്രുവരി ലാസ്റ്റ്, മാർച്ച് ഫുള്ള്, ഏപ്രിൽ പകുതി വരെയൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വെയിൽ ഈ സമയത്തൊന്നും മഴയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതിനെ നട്ട് ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ മുളയൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഹെവി റെയിൻ വരുമ്പോഴേക്കും അത് ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മഴയത്ത് നല്ല ഗ്രോത്ത് അതിന് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു മെയ് ആദ്യ 1-2 വാരം വരെ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് നട്ടു വളർത്താം. ഇനി തീരെ ലേറ്റ് ആവാതെ വേഗം നടുക. ഇനി നമുക്ക് പലപ്പോഴും മഞ്ഞളിൻ്റെ ഇഞ്ചിയുടെയും തൈകളായിട്ട് കിട്ടും. തൈകളാകുമ്പോൾ നമുക്ക് ടെൻഷൻ വേണ്ട, അത് മഴ ഉള്ള സമയത്ത് നട്ടാലും കുഴപ്പമില്ല. പക്ഷേ ബാക്കി വിത്തുകൾ നടുന്നതൊന്നും നമുക്ക് മഴയ്ക്ക് കാത്തു നിൽക്കരുത്. ഈ ഒരു മെയ് 2nd വീക്കിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് നട്ടു തീർക്കുക. അടുത്ത് നമ്മൾ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്ത കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്നാണ് വന്നിരിക്കുന്നത്. പേരതിൽ ക്ലിയർ ആയിട്ട് കാണാനില്ല. മാഡം, ഒരു സംശയമുണ്ട്. എൻ്റെ പീച്ചിൽ ചെടിയിൽ കായ പിടിക്കുന്നുണ്ട് ധാരാളം, പക്ഷേ പഴുത്തു പോകുന്നു. ചെറുതിലേ തന്നെ പരിഹാരം പറഞ്ഞു തരുമോ എന്നാണ്. അപ്പോൾ എനിക്കതിൽ മനസ്സിലായത് വളരെ ചെറുപ്പത്തിൽ തന്നെ പീച്ചിൽ കായകൾ പഴുത്തു പോകുക എന്നുള്ളതാണ്. ഈ ഒരു ഡൗട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ നാടൻ വിത്തിനങ്ങളുടെ വീഡിയോയിലാണ്. അപ്പോൾ ഇതെനിക്ക് എന്താ പറയുക, കുറേ പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും ഇതെന്ന് തോന്നിയത് കൊണ്ടാണ് നമുക്ക് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, നല്ല വെയിൽ വേണ്ട വിളകൾ നല്ല വെയിലുള്ളിടത്ത് തന്നെ നമ്മൾ കൃഷിയിടത്തിൽ സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് പീച്ചിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വേണ്ട. ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഒരുവിധം ക്ലൈംബ് ചെയ്യണ പ്ലാന്റ്സിനും വെയിൽ വേണം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചെടിക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മൾ പ്ലാന്റ് നടാനായിട്ട്. അപ്പോൾ വെയിൽ വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ചെടിക്കും ഗ്രോത്ത് ഉണ്ടാവില്ല, ഉണ്ടാവുന്ന കായകളും വളർന്ന് നമുക്ക് കിട്ടില്ല. രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിനേഷൻ നടക്കാത്തതാണ്. അതായത് നമ്മളുടെ പെൺപൂവ്, ആ ചെറുപ്പത്തിലെ കൊഴിയുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയിൽ ആൺപൂവുണ്ട് പെൺപൂവുണ്ട്. അപ്പോൾ പൂവിൻ്റെ താഴെ നമ്മുടെ കായയുടെ ചെറിയ രൂപം കാണുന്നത് പെൺപൂവാണ്, അല്ലാതെ അത് കായല്ല. ആ പെൺപൂവിൽ പോളിനേഷൻ നടന്നാൽ മാത്രമാണ് അത് കായകളായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ പൂ വിരിയുന്നതിന് മുമ്പ് അത് കൊഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൽ പോളിനേഷൻ നടക്കണില്ല. അപ്പോൾ നമ്മൾ ഹാൻഡ് പോളിനേഷൻ നടത്തണം. ആൺപൂക്കളെ എടുത്തിട്ട് നമ്മൾ ഈ പെൺപൂക്കളുടെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂമ്പൊടി അതിൽ വീണ് അത് കായായിട്ട് വരും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ
നമുക്കറിയാം അത് നടക്കാനായിട്ട് ബീസ് അതുപോലെ തന്നെ എന്താ പറയുക വിൻഡൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ പോളിനേഷൻ നടക്കുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് ഒരു സൗകര്യം അവിടെ പലപ്പോഴും നമ്മുടെ പ്ലാന്റ്സിൽ ചിലപ്പോൾ നല്ല ഹെവി റെയിനിലൊക്കെ പോളിനേഷൻ നടക്കാതെ ധാരാളം കായ്കൾ പൊഴിഞ്ഞു പോകും. അതിന് കാരണം ഈ അതിലുള്ള പോളനൊക്കെ വാഷ് ഔട്ട് ചെയ്ത് പോണതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരുവിധം കായ്കളൊക്കെ മീൻസ് പെൺപൂക്കളൊക്കെ കായ്കളായിട്ട് വരും. ഇനി അടുത്തൊരു ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായ്ച്ച ശല്യമാണ്. ഇപ്പോൾ കായ്ച്ചയുടെ പ്രസൻസ് നമ്മുടെ തോട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ കായ്കൾ ഇങ്ങനെ പൂ വിരിഞ്ഞ് ഒരു 2 ദിവസം ആകുമ്പോഴേക്കും അതുമ്പോൾ കുത്താനായിട്ട് മീൻസ് ചാൻസ് ധാരാളമാണ്. അതുകൊണ്ട് തന്നെ പൂ വിരിഞ്ഞ് കഴിഞ്ഞ ഉടനെ നമ്മൾ അതിന് ഒരു കവറിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അന്നേരം നമ്മളങ്ങനെ കവറിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുത്തുകളൊന്നും മീൻസ് കായ്ച്ചയുടെ കുത്തൊന്നും കിട്ടാതെ നല്ല രീതിയിൽ നമ്മുടെ കായകൾ വളർന്നു വരും. അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളും കായകളൊക്കെ വരുന്ന സമയത്ത് ചെടിയിൽ പൊട്ടാഷ്യൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂക്കളും കായകളൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നൈട്രജനൊക്കെ അടങ്ങിയ സ്ലറികളും കാര്യങ്ങളൊക്കെ സാധാ നമ്മൾ ചെയ്യുന്നത് കൊടുത്തിട്ട് ആ സമയമാകുമ്പോഴേക്കും ഒന്നുകിൽ നമ്മളുടെ പഴത്തിൻ്റെ തോല് അല്ലെങ്കിൽ ചാരം ഇതൊക്കെ നമ്മുടെ സ്ലറിയിൽ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാൻ. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ജൈവ പൊട്ടാഷ്യം നമുക്ക് കിട്ടും. അത് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ പ്ലാന്റ്സിനെ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമാണ് അതിൽ വിരിയുന്ന പൂക്കൾ അത് ശരിക്ക് ഫ്രൂട്ടായിട്ട് നമുക്ക് അത് കിട്ടാനായിട്ട് സാധിക്കും. അടുത്തൊരു കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരയിലെ വൈറ്റ് കളറ് വരുന്നു എന്നുള്ളതാണ്. അത് അൻഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ചെടിയിലെ ഇലപ്പുള്ളി രോഗം, അതായത് ചീരയിലെ ഇലപ്പുള്ളി രോഗം എന്നാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ക്ലിയർ ചെയ്യണത്. ഇതിൻ്റെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചീരയിൽ ഒരുപാട് ടൈപ്പ് ചീരയുണ്ടല്ലോ. റെഡ് മാത്രം വെച്ചാലും ഗ്രീൻ മാത്രം വെച്ചാലും ഇലപ്പുള്ളി രോഗം നല്ല പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഇലപ്പുള്ളി രോഗത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അതായത് ഒരു പക്ഷേ നമുക്ക് കാണാൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോൾ നമ്മൾ നടുമ്പോഴും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇലപ്പുള്ളി രോഗം ചീരയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്യുക. അതായത് നമ്മുടെ വേപ്പെണ്ണ സ്പ്രേ ചെയ്യുക. അത് അല്പം സോപ്പ് ലായനിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്യുക എന്നുള്ളത്. അത് ഒരു 7 ദിവസം 7 തൊട്ട് 10 ദിവസത്തിനുള്ള ഗ്യാപ്പിൽ നമ്മളിങ്ങനെ എവരി ഒരു 8 or 7 ഡേയ്സിൽ ഇങ്ങനെ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോഴും നമ്മുടെ ചീരയിലെ ഇലപ്പുള്ളി രോഗത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നീം ഓയിലിൻ്റെ സ്പ്രേ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി അതുപോലെ തന്നെ ചൂനിമുളകും ചേർത്ത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ വെളുത്തുള്ളിയും ചൂനിമുളകും മാത്രം ഒരു ഉണ്ട വെളുത്തുള്ളി അതുപോലെ ഒരു 10-12 ചൂനിമുളകും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ അരിച്ചെടുത്ത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിൽ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമുക്ക് ഈ ഒരു ഇലപ്പുള്ളി രോഗത്തിനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് മഞ്ഞൾപ്പൊടി അതുപോലെ പാൽക്കായം. ഒരു അരിനെല്ലിക്കയുടെ സൈസുള്ള പാൽക്കായത്തിൻ്റെ നമുക്ക് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് കിട്ടും. അത് വാങ്ങിച്ച് വെള്ളത്തിൽ നല്ലപോലെ ഞെരടി പിഴിഞ്ഞ് ലിക്വിഡാക്കിയിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ കറിമഞ്ഞൾ പൊടിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കണക്കാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഈ ഇലപ്പുള്ളി രോഗം അപ്പാടെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അടുത്ത ഒരു നമ്മൾ സെലക്ട് ചെയ്ത കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കറിവേപ്പിലയിലാണ് ഈ പുഴുശല്യം, തളിർക്കൂമ്പ് മുഴുവനായിട്ടും ചുരുട്ടി കളയുകയാണ്. ഈ കമൻറ്റ് മൗസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കണേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് മുമ്പ് നമ്മൾ ഇട്ടിട്ടുള്ളൊരു വെണ്ടയുടെ വീഡിയോയിലാണ്. കറിവേപ്പിലയിലെ പുഴു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് കാണുന്നത് കൊണ്ട് തന്നെ അതിപ്പോൾ ആ ഒരു കൂമ്പലകളിലാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിനപ്പാടെ നശിപ്പിക്കുക. ഒന്നിൽ തീയിലിട്ടിട്ട് തന്നെ നശിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ നമ്മൾ പെറുക്കി കളയുക, കുറച്ചുള്ള വെച്ചാൽ പെറുക്കി കളയുക, അല്ലെങ്കിൽ ആ ഒരു ഏരിയ മുഴുവൻ കട്ട് ചെയ്തിട്ട് ഇത് കത്തിച്ച് കളയുക. എന്താ കാരണം വെച്ചാൽ നമ്മൾ കാലത്ത് ഇത്തിരി പോകുന്ന ഒരു പുഴുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത്ര സൈസിൽ അവർ നമ്മുടെ വേപ്പില മൊത്തം തിന്നിട്ട് സൈസ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കാലത്ത് തളിർത്ത് കണ്ട ഭംഗിയിൽ കണ്ട വേപ്പ് വൈകുന്നേരം ആകുമ്പോഴേക്കും വല്ലാണ്ട് ഉണ്ടാവില്ല, അതിൻ്റെ ഇലകളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ മൊത്തം നമ്മൾ കട്ട് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ പുഴുവിൻ്റെ ശല്യം നമ്മുടെ പ്ലാന്റ്സിൽ കണ്ടാൽ നമുക്ക് പെറുക്കി കളയാൻ പറ്റാവുന്ന അത്രയും പെറുക്കി കളയുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കുക. ആദ്യം ഇപ്പോൾ നമ്മുടെ ചെടിയിലുള്ള ആ ഒരു കാണുന്ന ഏരിയയിലുള്ള പുഴുവിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ എടുത്ത് നശിപ്പിച്ചു, കഴിയുന്നത്ര നശിപ്പിച്ചു. എന്നിരുന്നാലും പ്ലാന്റ്സിൽ അവിടെ ഇവിടെയൊക്കെ പുഴുവിൻ്റെ ഇതുണ്ടാവും, നമ്മൾ കണ്ടോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേപ്പെണ്ണ സ്പ്രേ ചെയ്യുക എന്നുള്ളത്. വേപ്പെണ്ണ വെറുതെ വേപ്പെണ്ണ ഫസ്റ്റ് എന്താ പറയുക, വേപ്പെണ്ണ മാത്രം സ്പ്രേ ചെയ്യുന്നതിൽ കാര്യമില്ല, നമ്മൾ കുറച്ച് ഗ്രേഡ് കൂട്ടി ചെയ്യണം. ഞാൻ ഒരു മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PPM നമ്മൾ കൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു 90% പ്രോബ്ലത്തിനും വേപ്പെണ്ണയുടെ ഈ നല്ല ഗ്രേഡ് കൂടിയിട്ടുള്ള ഇനം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം നമുക്ക് കീടനാശിനിയായിട്ട് വേണ്ടോന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ പെട്ടെന്ന് പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ റെമഡീസൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഉണ്ട വെളുത്തുള്ളി എടുക്കുക, ഒരു 10-12 ചൂനിമിളക് എടുക്കുക, അതുപോലെ തന്നെ ഒരു 10 ml പങ്ങാടി മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വേപ്പെണ്ണ, അതുപോലെ ഒരു സ്പൂണ് ലിക്വിഡ് സോപ്പ്, ഇതെല്ലാം കൂടെ 1 ലിറ്റർ വെള്ളത്തിലേക്ക്, അപ്പോൾ അതൊക്കെ അരച്ച് അത് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് അങ്ങോട്ട് സെറ്റാക്കി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിവേപ്പിനെ എന്താ പറയുക, അടി തൊട്ട് മുടി വരെ നല്ലപോലെ മഴയത്ത് കുളിച്ച പോലെ നമ്മുടെ വേപ്പിനെ ഇത് സ്പ്രേ ചെയ്ത് നമ്മൾ നിർത്തുക. അപ്പോൾ അന്നേരം ഇതിൽ പിന്നെ അവശേഷിക്കുന്ന ഒരുവിധം മുട്ടകളും അതുപോലെ തന്നെ ചെറിയ പുഴുക്കളൊക്കെ നശിച്ചു പോകും. പിന്നീട് നമുക്കതിൻ്റെ പ്രസൻസ് കാണുകയാണെങ്കിൽ നമുക്കതിന് അപ്പാടെ നശിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിവേറിയ ഈ ഏത് ടൈപ്പ് പുഴുക്കളുടെ മീൻസ് നമ്മുടെ ചെടികളിലെ ഏത് ടൈപ്പ് പുഴുവിൻ്റെ ശല്യം കാണുകയാണെങ്കിലും ബിവേറിയാണ് ഒരു ബെസ്റ്റ് ഒരു മാർഗം എന്നുള്ളത്. അപ്പോൾ ബിവേറിയ നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുക. അപ്പോൾ പുഴുക്കളായാലും മുട്ടകളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് ഈ കെമിക്കൽ സാധനങ്ങൾ ഒഴിച്ച പോലെ അപ്പാടെ ഇങ്ങോട്ട് ചത്തു കൊഴിയൊന്നുമില്ല. അതൊരു 2-3 ദിവസം ഈ ഒരു ഫംഗസ് ആ പുഴുവിൽ അതിൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ച് അതിന് ഉള്ളാലെ നശിപ്പിച്ച് കളയാം. മുട്ടയാണെങ്കിലും പുഴുവാണെങ്കിലും ഒക്കെ അത് അപ്പാടെ നശിച്ചു പോകും. അതുപോലെ തന്നെ ആ ചെടിയിൽ അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മളുടെ ഈ പുഴുവിൻ്റെ യാതൊരു പ്രസൻസും ബാക്കി നിൽക്കില്ല. അതുപോലെ തന്നെ പിന്നീടും അതിനൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചില ഏരിയയിൽ പുഴുവിൻ്റെ ശല്യം കൂടും. അങ്ങനെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിവേറിയ മാസത്തിലൊരിക്കലും നമ്മുടെ എല്ലാ ചെടികളിലും പ്രസൻസ് കാണണ്ട, അല്ലാതെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ വക യാതൊരു വക ജീവികളുടെയും പ്രശ്നമില്ലാണ്ട്, മെയിൻലി പുഴുവിൻ്റെ പ്രശ്നമില്ലാണ്ട് നമ്മുടെ പ്ലാന്റ്സിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഡൗട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ചെറിയ ഡൗട്ട്സ് ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഞാൻ അതിൽ മറുപടി തരാം. അതല്ല നിങ്ങൾക്ക് വലിയ ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, നമുക്കിതുപോലെ വീഡിയോസിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.